ലോകത്തെ ഭീതിയിലാഴ്ത്തി ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം കടുപ്പിച്ചിറാൻ. കുവൈറ്റിൽ അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണു. വെടിവെച്ചിട്ടതേ ഇറാൻ. യുഎഇയിലും കുവൈറ്റിലും ബഹ്റൈനിലും സൗദിയിലും ഉഗ്രസ്ഫോടനങ്ങൾ. ബഹ്റൈനിൽ ഒരു മരണം. ഗൾഫിലാകെ മരിച്ചവരുടെ എണ്ണം 6. ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ടെഹ്റാൻ. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി. മേഖലയെ അരാജകത്വത്തിലേക്ക് നയിച്ചത് ട്രംപിന്റെ മാനസിക വിഭ്രാന്തി. യുദ്ധം 4 ആഴ്ച വരെ നീണ്ടേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ ശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇസ്രയേലും. ടെഹ്റാനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. IRGC ആസ്ഥാനം തകർത്തെന്ന് US. 7 ഇറാനിയൻ സൈനിക കമാൻഡർമാരെ വധിച്ചെന്നും അവകാശവാദം. ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെയും ആക്രമണം. മിനാബ് എലമെന്ററി സ്കൂൾ ആക്രമണത്തിൽ മരണം 180. ഇസ്രയേലിലേക്ക് മിസൈൽ വർഷം തുടർന്ന് ഇറാൻ. ജെറുസലേമിൽ സ്ഫോടന പരമ്പര. പടിഞ്ഞാറൻ ജെറുസലേമിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ മാർച്ച് 12 വരെ. ലബനനിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം തുടങ്ങി ഇസ്രയേൽ. ബെയ്റൂത്തിൽ 31 മരണം, 150 പേർക്ക് പരിക്കേറ്റെന്ന് ആരോഗ്യ മന്ത്രാലയം. ആക്രമണം ഹെസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ പ്രതിരോധ സേന. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയിൽ താറുമാറായി രാജ്യാന്തര വ്യോമ ഗതാഗതം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 44 വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചിയിലേക്ക് എത്തേണ്ട 38 വിമാനങ്ങളും മുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നും ഗൾഫ് മേഖലയിലേക്ക് വിമാന സർവീസുകളില്ല. ഡൽഹിയിൽ നിന്ന് റദ്ദാക്കിയത് 60-ലധികം സർവീസുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം സസൂക്ഷ്മം നിരീക്ഷിച്ച് ഇന്ത്യ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഫോണിൽ വിളിച്ചു. ഖമനേയി കൊല്ലപ്പെട്ടതിൽ ഇതുവരെ പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിൽ വ്യാപക പ്രതിഷേധവുമായി ഇന്ത്യയിലെ ഷിയ വിഭാഗങ്ങൾ. ജമ്മു കശ്മീർ പ്രതിഷേധത്തിനിടെ സംഘർഷം. ശ്രീനഗറിൽ അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി പ്രകടനം. പ്രതിഷേധങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ച് ജമ്മു കശ്മീർ സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ആയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ കലാപം. പ്രതിഷേധത്തിനിടയിലെ സംഘർഷത്തിൽ മരണം 22. 120 പേർക്ക് പരിക്ക്. ചികിത്സയിൽ കഴിയുന്നവർ 50 പേരുടെ നില ഗുരുതരം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആഗോള വിപണിയിലും കനത്ത ആശങ്ക. അസംസ്കൃത എണ്ണവിലയിൽ കുതിപ്പ്. ബ്രെന്റ് ക്രൂഡ് വില $80. യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം 5%-ലധികം വർധന. കൂപ്പുകുത്തി ഇന്ത്യൻ ഓഹരി വിപണികൾ. സെൻസെക്സ് 1000 പോയിന്റ് താഴ്ന്നു. ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചതായി വിദ്യാഭ്യാസ മന്ത്രി. SSLC HSS പരീക്ഷ മാറ്റിവെച്ചത് യുദ്ധം മുറുകിയതോടെ. മാറ്റിയത് 5-ാം തീയതിയിലെ SSLC പരീക്ഷയും 5-6 തീയതികളിലെ +2 പരീക്ഷകളും. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും വി ശിവൻകുട്ടി. തുടർച്ചയായ കുതിപ്പിന് പിന്നാലെ സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് ഇന്ന് കുറഞ്ഞത് 2400 രൂപ. വില കുറഞ്ഞത് 2 ദിവസത്തിനിടയിൽ 8440 രൂപ കൂടിയ ശേഷം. പാലക്കാട് നിയമസഭാ സീറ്റിൽ ഷാഫി പറമ്പിലിന്റെ കടും പിടുത്തത്തിന് വഴങ്ങി KPCC നേതൃത്വം. ജില്ലാ നേതൃത്വം നൽകിയ പേരുകൾ വെട്ടി. മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ നീക്കം. ഷാഫിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കിയത് കണ്ണൻ ഗോപിനാഥന്റെയും K മുരളീധരന്റെയും പേരുകൾ. മുതിർന്ന CPIM നേതാവ് MM മണിയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPIM. ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടിക തിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. തൃപ്പൂണിത്തുറയിൽ M സ്വരാജും മത്സരിക്കില്ല. KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥി. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ഷിബു ബേബി ജോണിനെതിരെ RSPയിൽ കലാപം. കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം സജി ഡി ആനന്ദ് പാർട്ടി വിട്ടു. കാർത്തിക് മത്സരിച്ചാൽ പാർട്ടി വിടുമെന്ന് ഷിബു ഭീഷണിപ്പെടുത്തിയെന്ന് സജി ഡി ആനന്ദ് ന്യൂസ് മലയാളത്തോട്. ഈ സീറ്റ് പ്രേമേന്ദ്രൻ്റെ മോന് കൊടുത്ത ഞാൻ ഇപ്പം കാണിച്ചു തരാം, ഞാൻ ഇതിനകത്ത് പോകുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്
ഞാനൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോകാൻ പറയും. മനസ്സിലായില്ലേ? ഇതൊന്നും ശരിയല്ല. ഇതൊന്നും സംഘടന പ്രവർത്തനത്തിന് പറ്റിയതല്ല. ഈ സംഘടന ഇങ്ങനെ പോയാൽ നിലനിൽക്കില്ല. പാർട്ടി പിളരരുത് എന്ന് ആഗ്രഹിച്ച് മകനെ പിൻവലിച്ചത് NK പ്രേമചന്ദ്രൻ എന്നും സജി. 40 നിയമസഭാ സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. KPCC കൈമാറിയത് 50 മണ്ഡലങ്ങളുടെ പട്ടിക. 10 മണ്ഡലങ്ങളിലെ പേരുകളിൽ തീരുമാനം പിന്നീട്. കോഴിക്കോട് 4 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഓരോ പേര് മാത്രം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാധ്യതാ പട്ടികയിലില്ല. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് റവാഡ ചന്ദ്രശേഖർ 1 വർഷം കൂടി തുടരും. സർവീസ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ഉത്തരവ്. പുതുക്കിയ കാലാവധി 2027 ജൂൺ 30 വരെ. തീരുമാനം DGPമാരുടെ സർവീസ് കാലയളവ് 2 വർഷമായിരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തിരുവനന്തപുരത്ത് ചിതയൊരുക്കി ജീവനൊടുക്കാൻ ശ്രമിച്ച് വയോധിക. നെയ്യാറ്റിൻകര സ്വദേശി നളിനിക്ക് ഗുരുതര പരിക്ക്. ചിതയൊരുക്കിയത് വീടിന് പിന്നിൽ. നളിനിയുടെ ഭർത്താവ് 1 വർഷമായി ആശുപത്രിയിൽ ചികിത്സയിൽ. മഞ്ഞുമൽ ബോയ് സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. നടപടി ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന നടിയുടെ പരാതിയിൽ. ലൈംഗികാതിക്രമം നടന്നത് 2022-ൽ. ചിദംബരത്തെ ചോദ്യം ചെയ്യുമെന്ന് എറണാകുളം സൗത്ത് പോലീസ്. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന്റെ വേദിയാക്കിയെന്ന് T. സിദ്ദിഖ് MLA. കൂവി തോൽപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല എന്ന് സിദ്ദിഖ് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. ദുരന്തബാധിതരായ ഒരാൾ പോലും കൂവലിന്റെ ഭാഗമായില്ല. ഒരൊറ്റ ദുരന്തബാധിതനും ഈ അപശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. അവർ അവസാനം ഞാൻ സംസാരിക്കുമ്പോൾ ഈ കൂവലിനെ കവർ ചെയ്യാൻ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്. അവസാനം റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൊതുപരിപാടി, സർക്കാർ പരിപാടി രാഷ്ട്രീയമാക്കി മാറ്റിയത് അനുചിതമാണ്. കോൺഗ്രസിന്റെ സ്ഥലം ഏറ്റെടുപ്പ് വൈകിയത് സർക്കാർ ഒപ്പം നിൽക്കാത്തതിനാലെന്നും T. സിദ്ദിഖ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെ ഇടതുമുന്നണിയോടുള്ള നിലപാട് മയപ്പെടുത്തി ലത്തീൻ സഭ. റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടത് നാഴികക്കല്ലെന്ന് സഭാ വക്താവ് ന്യൂസ് മലയാളത്തോട്. ശുപാർശകൾ നടപ്പാക്കാൻ കൂടുതൽ സമയം നൽകുന്നതിൽ തെറ്റില്ല എന്ന് ജോസഫ് ജൂഡ്. കാലതാമസം സംഭവിക്കുന്നത് സ്വാഭാവികം. പത്തനംതിട്ടയിൽ വീണ്ടും ചെങ്ങറ മോഡൽ ഭൂസമരം. കലഞ്ഞൂരിൽ സർക്കാർ ഭൂമിയിൽ കുടിൽ കെട്ടി സമരമിരിക്കുന്നത് 20 കുടുംബങ്ങൾ. പ്രതിഷേധം പട്ടയം നൽകിയ ഭൂമി വാസയോഗ്യമല്ല എന്നാരോപിച്ച് ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും പരാതി. ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ കൂട്ട ആത്മഹത്യയെന്നും സമരക്കാർ. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെ. മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായ ആറ്റുകാൽ ദേവീക്ഷേത്രം ട്രസ്റ്റ്. ചടങ്ങുകൾ രാവിലെ 9:15 തുടങ്ങും. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മകം തൊഴലിന്ന്. ഇന്ത്യൻ ജേഴ്സിയിൽ വീണ്ടും കളത്തിലിറങ്ങാൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പര ജൂൺ 14 മുതൽ. കോഹ്ലിയും രോഹിത്തും ഇന്ത്യയ്ക്കായി അവസാനമായി ഇറങ്ങിയത് ജനുവരി 18-ന്. ഇന്ത്യയെ സെമിയിൽ എത്തിച്ചതിനു പിന്നാലെ സഞ്ജുവിന് അഭിനന്ദന പ്രവാഹം. സുന്ദരമായ ഇന്നിംഗ്സ് എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ. ഗെയിം ചേഞ്ചർ എന്ന് കൈഫ്. ആർക്കും തളർത്താനാകില്ലെന്ന് മുഖ്യമന്ത്രി. പ്രശംസയായി മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങൾ. വിമർശകർക്കുള്ള മറുപടി എന്ന് ആരാധകർ. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഫിനലിസിമ നടക്കുമോ എന്നതിൽ ആശങ്ക. രാജ്യത്തെ എല്ലാ മത്സരങ്ങളും മാറ്റിവെച്ചതായി ഖത്തർ FA. അർജന്റീന സ്പെയിൻ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് 27-ന്. ഫിനലിസിമയിൽ വ്യക്തത വരുത്താതെ ഫിഫ. പ്രീമിയർ ലീഗിൽ വിജയ കുതിപ്പ് തുടർന്ന് ആഴ്സണൽ. ചെൽസിയെ 1-2 ഗോളിന് വീഴ്ത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഫുൾഹാമിനും ജയം. യുവന്റസ് റോമ മത്സരം സമനിലയിൽ.